ട്രിവാൻഡ്രം ബാർബിക്യൂ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ലുലു മാളിൽ നിൽക്കുകയാണ്. അവിടെ റോഡ് പോയി നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്കൊന്ന് എങ്ങനെയാണ് അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞുതരാം. വാ, എങ്ങനെയാണ് ബുക്കിങ്ങിൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞുതരാം. ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് സീറ്റ് ബുക്ക് ചെയ്തത്. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാർബിക്യൂ സ്റ്റേഷൻ്റെ സൈറ്റിലോട്ട് ചെന്നിട്ട് ഡേയ്സ് കൊടുക്കുക, ലഞ്ചാണോ ഡിന്നറാണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രോസസ്സ് ഫോളോ ചെയ്താൽ മതിയാവും. അതല്ല അവിടെ ചെന്നിട്ടായിരുന്നാലും ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കോംപ്ലിമെൻ്ററി ജ്യൂസായിട്ട് വരുമ്പോൾ തന്നെ 2 ജ്യൂസ് അവൈലബിൾ ആയിട്ട് അവർ നമുക്കൊരു ഇത് തരും, ബ്രോഷർ തരും. അപ്പോൾ അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ബാർബിക്യൂ നേഷനിൽ വന്നിട്ടുള്ളത്. ബേബി ചെയർ അവൈലബിൾ ആണ്, പക്ഷേ ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ ഇതാണ് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. പ്ലേസ് നോക്കിയിട്ട് ക്ലീനാണ്. നമ്മുടെ ടേബിൾ നടുക്കായിട്ട് ഒരു ചെറിയ ഗ്രില്ലിംഗ് സ്പോട്ട്, ഹീറ്റായിട്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ്. Spicy potato. സ്പൈസ് സ്പോട്ട്. Cajun spicy potato. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് കുഞ്ഞിന് വേണ്ടിയിട്ട് നോൺ സ്പൈസി ആണ്. എന്ത് ഡിഷ് അവർ കൊണ്ടുവന്നാലും അവരുടെ പേര് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അവർ ഗ്രില്ലിംഗ് സ്പോട്ടിലോട്ട് ആ ഗ്രില്ല് കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല ചൂടാണേ. ആദ്യമായി തന്നെ ഗ്രില്ലിലോട്ട് കൊണ്ടുവയ്ക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും ടിക്ക ഐറ്റംസും കൂടെ കൂടുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മുടെ നോൺ വെജ് ഐറ്റംസ് വരാം. കഴിക്കുന്നതിനനുസരിച്ച് എല്ലാ ഫുഡും ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അൺലിമിറ്റഡ് ഫുഡാണ്. സാധാരണ കടയിൽ നിന്ന് കഴിക്കുന്ന ചില്ലി ചിക്കനേക്കാൾ കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ആയിരുന്നു. ടേസ്റ്റ് വൈസ് ഗുഡാണ്. ഞാൻ കൊണ്ടുവരുന്ന ഡിഷെല്ലാം മടിയില്ലാതെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇവയൊന്നും മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ട്രൈ ചെയ്യുന്നത്. ഓരോ സീറ്റിനും ഓരോ ജ്യൂസ് അവൈലബിൾ ആണ്. നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നോൺ വെജിൻ്റെ എൻട്രി തുടങ്ങി. ഇത് ഗ്രിൽഡാണേ, ഗ്രിൽഡ് ചിക്കനാണ്. ചിക്കൻ ആവശ്യമായിട്ടുള്ളൊരു ഡിപ്പ് അവർ നേരത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്ലൈസ് ആയിരുന്നാലും ശരി, മാനേജർ ആയിരുന്നാലും ശരി, അവിടെയുള്ള സ്റ്റാഫ് ആയിരുന്നാലും ശരി, എല്ലാ പേരും നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇത് ചിക്കൻ കബാബാണേ. ഇത് മുൻപ് കഴിച്ചിട്ടില്ല. ചിക്കൻ കബാബ്. ബാർബിക്യൂ നേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഗ്രിൽഡ് ആയിട്ടുള്ള എല്ലാ ഫുഡും നമുക്കവിടെ അവൈലബിൾ ആയിരിക്കും. കഴിക്കുന്നതിനനുസരിച്ച് ഫുഡ് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ചില്ലി ചിക്കനാണ്. നല്ല ചൂടുണ്ട്. നമുക്കത് കഴിച്ചു നോക്കാവേ. മുൻപും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവർ ടോപ്പ് അപ്പ് ചെയ്തതാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡുകൾ ഇഷ്ടപ്പെട്ടാൽ നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും കൊണ്ടുവരും. ഇത് ഫ്രൈഡ് പൊട്ടറ്റോ ആണേ. ടേബിളിൽ കൊണ്ടുവന്ന ഫുഡെല്ലാം ആൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡാണ്. അതുകൊണ്ട് നമുക്ക് ചൂട് നിലനിർത്താനാണ് ആ ഗ്രില്ലിംഗ് സ്പോട്ട് ഉപയോഗിക്കേണ്ടത്. ആൾറെഡി ഗ്രിൽഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാർബിക്യൂ നേഷനിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ വലിയൊരു സംശയം അതായിരുന്നു. ഞാൻ ചൂസ് ചെയ്ത ഡ്രിങ്ക് ഇതാണ്. ലേഡി റെഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു സ്പാർക്ലിംഗ് എഫക്റ്റുള്ള ഒരു ഡ്രിങ്ക് തന്നെയായിരുന്നു അത്. കൊള്ളാം കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്, നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഒത്തിരി ഫുഡുകൾ നമുക്കിവിടെ കഴിക്കാൻ പറ്റും. ഇത് ഇപ്പോഴാണ് നമ്മുടെ ഗ്രില്ലുകളുടെ രംഗപ്രവേശനം. ഫിഷിൻ്റെ ഗ്രില്ല്, പ്രോൺസ്, മീറ്റ് എല്ലാം വന്നിട്ടുണ്ടേ. ഓൾറെഡി അകത്ത് വെച്ച് കുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ഫ്രഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നടുക്ക് വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ അകത്ത് ചിക്കൻ കീമ നിറച്ച ഒരു ഡിഷാണ്. എനിക്ക് അത്ര വലുതായിട്ട് അത് ബോധിച്ചിട്ടില്ല. ടേസ്റ്റ് നോക്കാൻ വേണ്ടി കഴിക്കുന്നതാണേ. പസഫിക് ബ്ലൂ എന്ന് പറഞ്ഞൊരു ഡ്രിങ്കാണ്. ഇത് വൈഫായിരുന്നു ഓർഡർ ചെയ്തത്. ഇതിനും ആ സ്പാർക്ലിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഗ്രിൽ ഡിഷൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് എടുക്കുന്ന ഒരു രീതിയുണ്ട്, അത് കാണിക്കാം. ഒരു ഫോർക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടേ. ഇത് വെച്ചിട്ട് കുത്തി താഴോട്ടിടുക. നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ഗ്രില്ലാണ്.
ഫിഷിൻ്റെ ആ മീറ്റ് നല്ല സോഫ്റ്റാണ്. ഗ്രില്ലെടുത്തതിന് ശേഷം ആ ഗ്രില്ലെല്ലാം നമുക്ക് സൈഡിലോട്ട് അടുക്കി വയ്ക്കാം. അപ്പോൾ സ്റ്റാഫ് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഗ്രില്ലിംഗ് റോഡിൽ തുടരുത് എന്നുള്ള കാര്യമാണ്. ഗ്രിൽഡായിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ മാക്സിമം ഡിപ്പുകൾ യൂസ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഫ്ലേവേഴ്സും ടേസ്റ്റും ഒന്ന് എൻഹാൻസ് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കൊണ്ടുവന്നത് സ്വീറ്റ് കോണിൻ്റെ ഒരു ഐറ്റമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് മാക്സിമം കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രില്ലിൽ മാക്സിമം കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇത് ഗ്രില്ല് ചിക്കൻ്റെ ഒരു ചെറിയ പീസാണ്. അകമേ ജ്യൂസി ആയിട്ടും പുറമേ ക്രിസ്പി ആയിട്ടാണ് ഇരുന്നത്. നന്നായിരുന്നു ടേസ്റ്റ്. ഇവിടുത്തെ ഗ്രില്ല് ഐറ്റംസിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രോൺസ് ഐറ്റംസ് തന്നെയായിരുന്നു. ധാരാളം ആൾക്കാർ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഓർഡർ ചെയ്ത് കുറേ സമയം വൈകിപ്പിച്ചിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. അത് അവരുടെ ടാറ്റിക്സ് ആയിരിക്കാം. പിന്നെ മഷ്റൂമിൻ്റെ ഒരു ഗ്രില്ലുണ്ട്, പക്ഷെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടില്ല. സ്മോക്കി ഫ്ലേവേർഡ് ആയിട്ടുള്ള പൈനാപ്പിളും വാട്ടർ മെലനുമാണേ. ഇവയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ട്രൈ ചെയ്യുക. ശേഷം നമ്മുടെ ഫേവറേറ്റ് ഐറ്റംസിലോട്ട് കടക്കുക. ഞങ്ങളിവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നോൺ വെജ് ഐറ്റംസിലാണ്. ബീഫ്, പോർക്ക്, മട്ടൺ എന്നിവയുടെ ഗ്രില്ലൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇത് പ്രോൺസ് ആണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഫ്രഷാണ് സംഭവമൊക്കെ. അപ്പം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടവരാണ്. ട്രൈ ചെയ്യണം. പുതിയ രുചികളൊക്കെ തേടി നമുക്ക് അന്യദേശത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ തൊട്ടടുത്തുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം. ഇത് മഷ്റൂമാണ്, ബട്ടർ മഷ്റൂമാണ്. ബട്ടർ മഷ്റൂമാണേ. എനിക്ക് പേഴ്സണലി അത് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല കേട്ടോ, ബട്ടർ മഷ്റൂം. ഇത് നോക്കിയോ, ഗ്രില്ലിംഗ് റോഡിൻ്റെ പിടിക്കാനുള്ള ഭാഗത്തിൻ്റെ കളറ് കണ്ടിട്ട് ഗ്രില്ല് നോൺ വെജാണോ വെജാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് ഗ്രില്ഡ് പനീറാണേ. When you guys are finished with your grilled items, ബൊഫയിലോട്ട് കടക്കാം. ഗുലാബ് ജാമും പാൽപ്പായസവും ഒക്കെ വളരെയധികം ചൂടായിരുന്നു, വളരെ ഫ്രഷ് ആയിരുന്നു. ഇത് പ്ലെയിൻ റൈസും ദാലുമാണ്, പനീർ ബട്ടർ മസാലയും ആലു ഗോപിയും. ഇത് വെജ് കുറുമയും സ്റ്റൂ ആണ്. ചില്ലി ഗാർലിക് നൂഡിൽസും പെപ്പർ ചിക്കനും. ഈ ഒരു സെക്ഷൻ മൊത്തം നോൺ വെജ് ഐറ്റംസ് ആണ്. മട്ടനും ചിക്കനുമാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. മട്ടൻ്റെ സൂപ്പാണ്. ചൂട് മാറാതിരിക്കാനായിട്ട് ഇലക്ട്രിക് കെറ്റിൽ പോട്ടിലോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി വരുന്നത് ബിരിയാണി സെക്ഷനാണ്. ബിരിയാണി, പുലാവ് അതെല്ലാം അവൈലബിൾ ആണ്. ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സെക്ഷൻ. കംപ്ലീറ്റ് ആയിട്ടുള്ള സാലഡ്സ് ആണ്. സാലഡ്സ്, സ്പ്രൗട്ട്സ്, വെജിറ്റബിൾസ് എന്നുവേണ്ട എല്ലാം ഉണ്ട് അവിടെ. ഫ്രൂട്ട്സിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പ്രത്യേകം ഷെൽഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ്സ്, കേക്ക്, സോൻ പപ്പടി അങ്ങനെയുള്ള ഐറ്റംസാണ് മുകളിലോട്ടുള്ള റാക്കിലുള്ളത്. ചിക്കൻ ഹൈദരാബാദി ദം ബിരിയാണിയാണ്. ചൂട് നിലനിർത്താനായിട്ട് അടിയിൽ നിന്ന് നല്ല ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ പീസ് തിരക്കിയിട്ട് വളരെ കുറവായിട്ടാണ് ഫീലായത്. ബിരിയാണി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ്, സ്പ്രൗട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലോട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബൊഫേ ഏരിയ വളരെ വിശാലമായിരുന്നു. നമുക്ക് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനം എടുത്ത് കഴിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. വെജിറ്റബിൾസ് എല്ലാം വളരെ ഫ്രഷ് ആയിരുന്നു. വളരെ തിന്നായിട്ട് അവ സ്ലൈസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നൂഡിൽസ്, ദം ബിരിയാണി, മട്ടൺ, സാലഡ്സ്, സ്പ്രൗട്ട്സ്.
ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത് വലിയ താല്പര്യപ്പെട്ടില്ല. ആ ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. വൈഫിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദം ബിരിയാണിയുടെ ടേസ്റ്റും ഫ്ലേവറും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം മാനേജറിനോട് ഞാൻ പറഞ്ഞിരുന്നു. പുള്ളി അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉടനെ തന്നെ കേരള സ്റ്റൈൽ ബിരിയാണി എനിക്ക് ഉണ്ടാക്കി തന്നു വിത്തിൻ 5 minutes. മച്ച് ബെറ്റർ ദാൻ ദം ബിരിയാണി. എനിക്ക് ആ ടേസ്റ്റും ഫ്ലേവറും ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാ ഡിഷിനും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗുലാബ് ജാമിൻ്റെ ഒരു ഈറ്റിംഗ് കോൺടെസ്റ്റ് നടത്തിയാലെന്ന് ആലോചിച്ചതാണ്, പക്ഷേ വയറ് നിറഞ്ഞു പോയി. അടുത്ത് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് ഐസ്ക്രീം കുൽഫി സെക്ഷനാണ്. ഇത് സാധാരണ കഴിക്കുന്ന കുൽഫിയേ അല്ല, സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഏകദേശം 11ഓളം കുൽഫി ഫ്ലേവേഴ്സ് അവിടെ അവൈലബിൾ ആണ്. മിക്ക കുൽഫിയിലും കുങ്കുമപ്പൂവ് ഞാൻ സ്പോട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾ അവിടെ ട്രൈ ചെയ്തത് സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത ഫ്ലേവറിലുള്ള കുൽഫികളായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, എത്ര വേണോ കഴിക്കാം. ഞങ്ങൾക്ക് ഇവിടെ ഒരാൾക്ക് 750 രൂപയാണ് ബില്ലായിട്ടുള്ളത്. സാധാരണ 850 കോർപ്പറേറ്റ് ഓഫറുള്ള എൻ്റെ ചേട്ടൻ ബുക്ക് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റേറ്റിന് സീറ്റ് ലഭിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.